കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിത യാത്രയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയാൻ മടിക്കുന്നതും അതുപോലെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതുമായ 2 കാര്യങ്ങൾ. ഒന്ന്, മറ്റുള്ളവർ നമുക്ക് നന്മ ചെയ്തു തരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്തു തരുമ്പോഴോ താങ്ക് യു എന്ന് പറയുന്ന കാര്യം പറയുന്നതിന്. നമ്മൾ മൂലം മറ്റുള്ളവർക്കൊരു വേദനയോ വിഷമമോ നൊമ്പരോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാനായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു വലിപ്പം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. 2 കാര്യങ്ങൾ, താങ്ക് യു പറയുന്നതിനും ഐ ആം സോറി എന്ന് പറയുന്നതിനും നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും അതൊരു വലിയ കുറവായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. വിദേശികളായിട്ടുള്ള ആളുകൾ അവരെപ്പോഴും സംസാരിക്കുമ്പോൾ അവർക്കൊരു ചെറിയൊരു കാര്യം, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ പോലും അവർ ആദ്യം പറയുന്നത് താങ്ക് യു. അപ്രകാരം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള തിരുവചന ഭാഗത്ത് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നവരായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണം എന്നുള്ള കാര്യമാണ് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം, ഈശോ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ അതിലൂടെ യാത്ര ചെയ്യുകയാണ്. അവിടെ 10 കുഷ്ഠരോഗികളിൽ നിന്ന് ഈശോയെ കണ്ടപാടെ അവർ വിളിച്ചു പറയാണ്, ഞങ്ങളിൽ കനിയണമേ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തപ്പെട്ടവരാണ്. കാരണം മറ്റുള്ള കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ അവരെ മാറ്റി നിർത്തുകയും അവരുമായിട്ട് യാതൊരു രീതിയിലുള്ള സമ്പർക്കവും ആർക്കും പാടില്ല. അവരെ സ്പർശിക്കുന്നത് പോലും അശുദ്ധമായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാ വിധത്തിലും അവഗണിക്കപ്പെടുകയും ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെയൊക്കെ വേദനയും നൊമ്പരവും ഒക്കെ പേറിക്കൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ അവർ വിളിച്ചു പറയുന്ന കാര്യം, ഞങ്ങളിൽ കനിയമേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈശോയുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത്. അവരുടെ പ്രാർത്ഥന ഈശോ കേൾക്കുകയും ഈശോ പറയുന്നത്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കും. അന്നത്തെ ട്രഡീഷനോ അല്ലെങ്കിൽ അന്നത്തെ പാരമ്പര്യം അനുസരിച്ച് അവർ രോഗവിമുക്തരായി എന്നുണ്ടെങ്കിൽ, അവർക്ക് സൗഖ്യം ലഭിച്ചു എന്നുണ്ടെങ്കിൽ അവർ പുരോഹിതന്മാരുടെ അടുത്ത് പോയിട്ട് അവരോട് പറയണം, ഞങ്ങൾ രോഗവിമുക്തരായി. പുരോഹിതർ സാക്ഷ്യം അവർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വീണ്ടും തിരിച്ച് അവരുടെ കുടുംബത്തിലേക്കോ സമൂഹത്തിലേക്കോ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതരുടെ അടുത്ത് കൊണ്ടുപോയി നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, പക്ഷേ അതിൽ പോകുന്ന വഴിക്കാണ് അവർ സൗഖ്യം ലഭിക്കുന്നത്. ഒരാൾ തിരിച്ചു വന്ന്, കർത്താവെ, നീ ചെയ്ത സൗഖ്യത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞു. വിജാതീയനല്ലാതെ ബാക്കി 9 പേരും തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം അവർ തിരിച്ചു വരാത്തത് എന്ന് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ പല ഉത്തരങ്ങളും നമുക്ക് കാണും. ചിലപ്പോൾ അവർ വിചാരിച്ച് കാണും, ഞങ്ങൾക്ക് സൗഖ്യം കിട്ടിയോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് കിട്ടിയ സൗഖ്യം കറക്റ്റാണോ അതോ നിലനിൽക്കുന്നതാണോ എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളൊക്കെ മറ്റുള്ളവരെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ പുരോഹിതരുടെ അടുത്ത് പോയി എല്ലാം കണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദൈവത്തിന് ഈശോയ്ക്ക് നന്ദി പറയാം എന്നൊക്കെ അവർ വിചാരിച്ച് കാണാം. പക്ഷേ ആ സമരിയാക്കാരനായ ആ ഒരു വ്യക്തി
അവന് സൗഖ്യം കിട്ടി എന്നറിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറയാം. അവൻ ആദ്യം ചിന്തിക്കുന്നത് ദൈവത്തിന് നന്ദി പറയുന്ന കാര്യമാണ്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ തിരുവചനം പറയുന്നു, എപ്പോഴും നന്ദി പ്രകാശിക്കും, നന്ദി പ്രകാശിപ്പിക്കും. അതുപോലെ തന്നെ സങ്കീർത്തനം 103 പറയുന്നു, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ, ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊന്നും നീ മറക്കരുത്. അതിൻ്റെ അർത്ഥം അപ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്ദിയുടെ അല്ലെങ്കിൽ കൃതജ്ഞതയുടെ ഒരു ബലിയായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കണം എന്നുള്ള കാര്യം വചനം ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ വായിച്ചു കേട്ട 1-ാമത്തെ വായനയിൽ പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനമാണ്. അവിടെ എപ്രകാരമാണ് ഒരു ക്രൈസ്തവന്റെ ജീവൻ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പൗലോസ്ലീഹ പറഞ്ഞു കൊടുക്കുക. പല കാറ്റഗറിയിലുള്ള, അതായത് പല ജീവിത സാഹചര്യങ്ങളിലുള്ളവർക്കൊക്കെ എപ്രകാരം അവർ പെരുമാറണം എന്നുള്ള കാര്യമൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞു വയ്ക്കുന്നത്, ആരെപ്പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളുമാണ്. പലപ്പോഴും എവിടെയെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ അവിടെ നമ്മൾ പെട്ടെന്ന് കയറി ചെന്ന് അവിടുത്തെ കലഹം കൂടുതലാക്കാനായിട്ടാണ് പലപ്പോഴും പരിശ്രമിക്കുക. ഇവിടെ വചനത്തിൽ പറയുന്നു, ആരെപ്പറ്റിയും തിന്മ പറയാതിരിക്കുക, അതായത് മറ്റുള്ളവരെ കുറിച്ച് നല്ലത് മാത്രം പറയാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം. വീണ്ടും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, സൗമ്യരായിരിക്കാനും. എപ്പോഴും ദേഷ്യപ്പെട്ടും വഴക്കുണ്ടാക്കുകയും എല്ലാവരുടെയും ഒരു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേരിൻ്റെ കളങ്കം വരുത്തുന്ന രീതിയിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതശൈലിയല്ല, മറിച്ച് സൗമ്യതയോടെ പെരുമാറുന്ന വ്യക്തികളായിട്ട് മാറാനും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കാം. ഇത് തന്നെയാണ് സുവിശേഷത്തിലും പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ദൈവം കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയാനായിട്ട്, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മര്യാദ. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളിന്ന് പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഈ ഒരു ആലയത്തിൽ അണയുമ്പോൾ നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, പരിശുദ്ധ കുർബാന തന്നെ ഒരു കൃതജ്ഞതാ ബലിയാണ്. അതായത് ദൈവത്തിന് നന്ദി പറയാം. ഇത്രയും നാളും നീ എൻ്റെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയും. ഈശോയെ, നാളിതുവരെ എന്നെ ഇത്രയും നന്നായിട്ട് പരിപാലിച്ച്, എന്നെ കാത്തു പരിപാലിച്ച് നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. സിറോ മലബാർ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് പോലെ അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് ദൈവമേ അങ്ങേക്ക് നന്ദി. നമ്മളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഈ പരിശുദ്ധ കുർബാനയിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തെടുക്കുവാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിനും നമ്മുടെ ചുറ്റിലുമുള്ളവർക്കുമൊക്കെ നന്ദി പറയുന്നവരായി മാറുവാനും നന്ദിയുടെ കൃതജ്ഞതയുടെ സുവിശേഷമായി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.